ഇന്നത്തെ നമ്മുടെ ആരോഗ്യ പരിപാടിയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ജീവിത നിലവാരത്തെ പോലും ബാധിക്കുന്ന ഒരു രോഗത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വേരിക്കോസ് വെയിൻ. ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സാ രീതികളിലൂടെ വേരിക്കോസ് വെയിനെ കുറിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതിനായി ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഡോക്ടർ തൗഫീഖ് അലി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം. സർ, എന്താണ് ഈ വേരിക്കോസ് വെയിൻ? വളരെ കോമൺ ആയിട്ട് പറഞ്ഞതുപോലെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ്. കാലുകളിലെ വെയിനുകൾ തടിച്ച് നിൽക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻസ്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം വെയിനിലുള്ള വാൾവുകൾക്കുള്ള തകരാറുകളാണ്. കോമൺ ആയിട്ടും വെയിനിലുള്ള രക്തഫ്ലോ ഉണ്ടാവേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഇതിനെ സഹായിക്കുന്നത് വെയിനിലുള്ള വാൾവുകളാണ്. ഈ വാൾവുകൾ തകരാറിലാവുമ്പോൾ നോർമലായിട്ടുള്ള രക്തഫ്ലോ നഷ്ടപ്പെടുകയും താഴേക്ക് കൂടുതലായിട്ട് ബ്ലഡ് പൂൾ ചെയ്ത് കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. ഇത് കാരണം വെയിനുകളുടെ വ്യാസം അതല്ലെങ്കിൽ ഡയമീറ്റർ കൂടി അത് തടിച്ച് ഒരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കാലുകളിൽ ഉണ്ടായി വരുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻസ്. ആരെയാണ് ഈ ഒരു രോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്? കോമൺ ആയിട്ടും സ്ത്രീകളിലാണ് വെരിക്കോസ് വെയിൻസ് കണ്ടുവരുന്നത്. ഇതേപോലെ തന്നെ പ്രഗ്നൻസി സമയങ്ങളിൽ കൂടുതലായിട്ട് നിന്നും നടന്നും ജോലി ചെയ്യുന്ന ആൾക്കാർ, മെയിനായിട്ടും പോലീസുകാർ, ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അധ്യാപകർ, ഇവരെല്ലാം തന്നെ വെരിക്കോസ് വെയിൻസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഒബീസിറ്റി, അമിതഭാരമുള്ള ആൾക്കാർ, അതേപോലെ ഹെറിഡിറ്ററി ആയിട്ടും കുറച്ച് ആൾക്കാരിൽ നമുക്ക് ഇതേപോലെ വെരിക്കോസ് വെയിൻസ് കണ്ടുവരുന്നു. അതായത് അവർ മുൻഗാമികളിലും ഉണ്ടെങ്കിൽ അവരുടെ മക്കളിലും തലമുറകളിലുമായിട്ട് വെരിക്കോസ് വെയിൻസ് ഉണ്ടായി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്തൊക്കെയാണ് നമ്മുടെ വെരിക്കോസ് വെയിൻ്റെ പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയപ്പെടുന്നത്? ഇതിന് പല സ്റ്റേജുകളാണ് വെരിക്കോസ് വെയിൻ ഉണ്ടായി വരുമ്പോൾ. ആദ്യം തന്നെ കാലിലെ വെയിനുകൾ തടിക്കുന്നതാണ് പേഷ്യൻസ് കോമൺ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുക. വെയിനുകൾ അതേപോലെ അതിൻ്റെ ബ്രാഞ്ചുകളും തടിച്ചു വരുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഇതിനുശേഷം പിന്നെ കാലിലെ നീര്, നടക്കുമ്പോഴുള്ള വേദന, കൂടുതൽ നടക്കാനും അതേപോലെ സ്റ്റെപ്പ് കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ. ഇതിൻ്റെ അടുത്ത സ്റ്റേജായിട്ട് കാലിലുള്ള സ്കിന്നിലെ കളർ മാറ്റങ്ങൾ, അതായത് നമ്മുടെ ഉപ്പൂറ്റിയോട് ചേർന്നിട്ടുള്ള സ്കിന്നിലുള്ള ഭാഗങ്ങളിൽ കളർ വ്യത്യാസവും അതേപോലെ ബ്ലീഡിങ്ങിൻ്റെ ലക്ഷണങ്ങളും എല്ലാം കണ്ടുവരുന്നു. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് മുറിവുകളായിട്ട് വ്രണങ്ങൾ, അത് ഉണങ്ങാത്ത രീതിയിലുള്ള വ്രണങ്ങൾ കാലിൽ രൂപപ്പെട്ടു വരുന്നതുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. സർ, നമ്മുടെ പുതിയ ചികിത്സാ രീതികളെ അപേക്ഷിച്ച് മുൻകാലത്തെ ചികിത്സാ രീതികൾ എന്തൊക്കെയായിരുന്നു? കോമൺ ആയിട്ടും പണ്ടുണ്ടായിരുന്നത് സർജറി, സ്ട്രിപ്പിംഗ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് വെയിനിൽ ഒരു കട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ ഫുള്ളായിട്ട് എടുത്ത് കളയുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പുതിയ പിൻഹോൾ ഇൻ്റർവെൻഷൻസിലൂടെ ഈ വെയിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് കളയാനുള്ള പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ്. പുതിയ നമ്മുടെ ഇൻ്റർവെൻഷണൽ റേഡിയോളജി ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞൊക്കെ എന്തൊക്കെയാണ് ഈ ഒരു ചികിത്സാ രീതിയിൽ ചെയ്യുന്നത്? വെരിക്കോസ് വെയിൻ്റെ ചികിത്സാ രീതികളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, കരിച്ചു കളഞ്ഞുകൊണ്ട് വെയിനിനെ അടച്ചു കളയുന്ന ചികിത്സാ രീതികൾ. അതേപോലെ തന്നെ കരിച്ചു കളയാതെ വെയിനിലെ ഒരു ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ടും സ്ക്ലീറോസെൻ്റ് ഉപയോഗിച്ചുകൊണ്ടും അടച്ചു കളയുന്ന ചികിത്സാ രീതികളും. ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലേസർ അബ്ലേഷൻ അഥവാ എൻഡോവീനസ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ കത്തീറ്റർ ഉപയോഗിച്ച് ഈ വാൾവ് കേടായിട്ടുള്ള തടിച്ചിരിക്കുന്ന വെയിനുകളിലേക്ക് ഈ കത്തീറ്റർ കടത്തിവിട്ട് നിശ്ചിത എമൗണ്ടിലുള്ള എനർജിയും ലേസറിൻ്റെ തോത് ഉപയോഗിച്ച് ആ വെയിനിൻ്റെ വാളിനെയും അതിൻ്റെ ഉള്ള രക്തത്തിനെയും നമ്മൾ കരിയിച്ച് കളയുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കാരണം കൂടുതൽ അതിൽ രക്തം ഫില്ലാവുന്നത് തടയുകയും ഈ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് മറ്റു കരിയിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, മൈക്രോവേവ് അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് രീതികളും ചെയ്യുന്നത്. കത്തീറ്ററുകൾ ഉപയോഗിച്ച് വെയിനിൻ്റെ ഉള്ളിൽ തന്നെ എനർജി നമ്മൾ ഉണ്ടാക്കി ആ വെയിനിൻ്റെ വാളിനെയും അതിൻ്റെ ഉള്ളിൽ രക്തത്തിനെയും നമ്മൾ കോയാഗുലേറ്റ് ചെയ്ത് വെയിനിൻ്റെ വാളിനെ കരിച്ചു കളയും. ഇതുപോലെ കരിച്ചു കളയാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് വിനാസിൽ അഥവാ ഗ്ലൂ തെറാപ്പി. ഒരു വളരെ ചെറിയ കത്തീറ്ററുകൾ ഉപയോഗിച്ച് ഈ വെയിനിനുള്ളിലേക്ക് നിശ്ചിത എമൗണ്ടിൽ, വളരെ കുറഞ്ഞ എമൗണ്ടിലുള്ള മെഡിക്കൽ ഗ്ലൂ ഉപയോഗിച്ച് ഈ വെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ഇതിനുശേഷം ആ വെയിനിൻ്റെ വാളുകളെ ഈ ഗ്ലൂവിൻ്റെ സഹായത്തോടെ നമ്മൾ ഒട്ടിച്ചു കളയുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സമയവും ഇഞ്ചക്ഷൻ്റെ എണ്ണം വളരെ കുറഞ്ഞതുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് വിനാസിൽ. സർ, ഒരു പേഷ്യൻ്റ് സാറിനെ സമീപിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്?
നമ്മൾ ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസിന് ശേഷം ഒരു അൾട്രാസൗണ്ട് ഡോപ്ലർ എടുത്തുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് നടക്കുന്നത്. ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് പേഷ്യൻ്റ് ഏറ്റവും അനുയോജ്യമായതെന്ന് പേഷ്യനോട് കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്ന ദിവസം നമ്മൾ ഒരു അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണോ, ലേസർ അല്ലെങ്കിൽ മൈക്രോവേവ്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ വിനാസിൽ, ഏത് ട്രീറ്റ്മെൻ്റ് ആണോ ആ രീതിയിലുള്ള കത്തീറ്ററുകൾ നമ്മൾ കടത്തി വിട്ടുകൊണ്ട് ഈ വെയിനെ നമ്മൾ ഫുള്ളായിട്ട് അടച്ചു കളയുന്നു. എന്തൊക്കെയാണ് നമ്മുടെ പേഷ്യൻസിന് ഈ ഒരു ചികിത്സാ രീതിയിലൂടെ ഉണ്ടാവുന്ന ഗുണങ്ങൾ? മെയിനായിട്ടും പറയുകയാണെങ്കിൽ ഇതൊരു ലോക്കൽ അനസ്തീഷ്യയിലുള്ള പ്രൊസീജിയറാണ്. അതായത് തരിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് കാര്യമായിട്ട് മുറിവുകളോ തുന്നലുകളോ പുറത്ത് പാടുകളോ ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. പിന്നെ ലോക്കൽ അനസ്തീഷ്യയിലായതുകൊണ്ട് തന്നെ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റ് നടക്കുവാനും മറ്റു കാര്യങ്ങൾ ചെയ്യുവാനും കാര്യമായിട്ട് റെസ്റ്റോ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പേഷ്യൻ്റ് നടക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാര്യമായിട്ട് ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും തന്നെ ആവശ്യമായിട്ട് വരുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ അതേ ദിവസം തന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്ത് പോകാനാവുന്നതുമാണ്. ഈ ചികിത്സാ രീതിയിൽ എന്തെങ്കിലും അപകട സാധ്യതകളുണ്ടോ? അതെ, ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിൽ നമ്മൾ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നെർവ് ഇറിറ്റേഷൻ. ഈ കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളാണെങ്കിൽ അതിനോട് ഈ വെയിനോട് കൂടെ നിൽക്കുന്ന ഞരമ്പുകളെ ബാധിച്ച് ചെറിയ തോതിലുള്ള തരിപ്പുകൾ ഉണ്ടാവുക. അതേപോലെ ഉള്ളിലുള്ള വെയിനുകൾ, ഡീപ്പ് വെയിൻസ് എന്ന് പറയും, അതിലുള്ള രക്തം കട്ടിയായി പോകാനുള്ള സാധ്യതകൾ. അതേപോലെ രണ്ടാമത് വീണ്ടും വെരിക്കോസ് വെയിൻ വരാനുള്ള റിസ്കുകൾ. അപ്പോൾ ഇതെല്ലാം വളരെ മിനിമൈസ് ചെയ്തുകൊണ്ട് അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മൾ അബ്ലേഷൻ ആണെങ്കിലും അതേപോലെ ഗ്ലൂ തെറാപ്പി ആണെങ്കിലും തന്നെ ചെയ്യുന്നത്. സർ, ചികിത്സ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രോഗികൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, മെയിനായിട്ടും ഈ ലൈഫ് സ്റ്റൈലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം വെരിക്കോസ് വെയിനിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ ഓരോ ട്രീറ്റ്മെൻറ്റിനും കംപ്രഷൻ സ്റ്റോക്കിങ്സ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ അത് അബ്ലേഷൻ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾക്കും അബ്ലേഷൻ അല്ലാത്ത ഗ്ലൂ തെറാപ്പികൾക്കും എല്ലാം വേറെ വേറെയാണ്. അതായത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സോക്സ്, കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറയും, കാലിലേക്ക് ധരിക്കാനുള്ള സോക്സ് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതേപോലെ കൂടുതൽ നടക്കാനാണ് നമ്മൾ പേഷ്യൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാറ്. കഠിനമായിട്ടുള്ള എക്സസൈസുകളല്ല, നോർമൽ ആയിട്ടുള്ള രീതിയിൽ നടക്കാനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ പേഷ്യൻസിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതെ. മലപ്പുറം ജില്ലയിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ? വെരിക്കോസ് വെയിനുള്ള കോംപ്രിഹെൻസീവ് എല്ലാ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. സർ, നമ്മുടെ വെരിക്കോസ് വെയിലിന് ഫലപ്രദമായിട്ടുള്ള പലതരം ചികിത്സാ രീതികളെക്കുറിച്ച് സർ ഇവിടെ സംസാരിച്ചല്ലോ. നമ്മൾ പല ചികിത്സാ രീതികളിലും നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും രോഗികളിൽ വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം വെരിക്കോസ് വെയിൻ്റെ സാധ്യത കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു അഡ്വാൻസ് ചികിത്സാ മെത്തേഡിലൂടെ, ചികിത്സാ രീതികളിലൂടെ വെരിക്കോസിൻ്റെ സാധ്യത എങ്ങനെയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്? ഏറ്റവും പ്രധാനമായും നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന പ്ലാനിങ്, അതായത് ഒരു അൾട്രാസൗണ്ട് ഡോപ്ലർ ഉപയോഗിച്ചുള്ള പ്ലാനിങ് ആണ് ഏറ്റവും പ്രധാനം ഈ ട്രീറ്റ്മെൻറ്റിൽ. ഇതിന് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, കരിച്ചു കളഞ്ഞും അല്ലാതെയുമുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണോ പേഷ്യൻ്റ് ഉതകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പേഷ്യനോട് തന്നെ ഡിസ്കസ് ചെയ്ത് നമ്മൾ അതിൻ്റെ റിക്കറൻസ് റേറ്റ് ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിൽ ഏതാണോ ട്രീറ്റ്മെൻറ്റ് പേഷ്യന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ നമ്മൾ ഈ തെർമൽ അബ്ലേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചതല്ലാതെ ലേസർ അല്ലാതെയുള്ള ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഗ്ലൂ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളാണെങ്കിൽ രണ്ടാമത് വെയിൻ തുറന്നു വരാനുള്ള സാധ്യത കമ്പയർഡ് ടു അബ്ലേഷൻ കുറച്ച് കുറവാണ്. പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സ്കാനിങ് ഡോപ്ലർ എടുത്തതിന് ശേഷം ഏതാണോ പേഷ്യൻറ്റിന് രണ്ടാമത് വരാൻ സാധ്യത ഏറ്റവും കുറവ് ചാൻസ് ഉള്ളത് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ വിനാസിൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണെങ്കിൽ രണ്ടാമത് വെയിൻ തുറന്നു വരാനുള്ള സാധ്യത മിനിമം ആണെന്നാണ് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത്. സ്ത്രീ പുരുഷ ഭേദമന്യേ വെരിക്കോസ് വെയിൻ എന്ന അസുഖം ബാധിക്കുന്നത് അത് ശസ്ത്രക്രിയയില്ലാതെ വളരെ സിമ്പിളായിട്ട് ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന ചികിത്സാ രീതിയിലൂടെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞു തന്നതിന്, നമ്മളോട് ഷെയർ ചെയ്തതിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. സാറിൻ്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിനും താങ്ക് യു സർ. എല്ലാവർക്കും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിനെ കുറിച്ചുമുള്ള ഒരു അവബോധം നൽകാൻ പറ്റിയെന്നുള്ള സന്തോഷം. താങ്ക് യു.